സ്വാമിമാർക്കൊക്കെ വളരെ യാത്ര ചെയ്ത് തളർന്നു വരുന്നവരായിരിക്കും, അവർക്ക് വളരെ പ്രയോജനപ്രദമാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഇതാണ്. മിനി ലൈബ്രറി, ഇംഗ്ലീഷ് മലയാളം ന്യൂസ് പേപ്പറുകളുണ്ട്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഇവിടെ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി ഒരു AC വെയിറ്റിംഗ് ഹാളുണ്ട്. ഈ വെയിറ്റിംഗ് ഹാള് 2022 ആരംഭിച്ചതാണെങ്കിലും പലർക്കും ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതായിട്ട് അറിയില്ല. പലരും ഇന്നും അറിയാതെ പോയതിൻ്റെ ഒരു പ്രധാന കാര്യമായി എനിക്ക് തോന്നുന്നത്, ഇത് നമ്മുടെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഏതാണ്ട് തെക്കേ അറ്റത്ത്, തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആ തെക്കേ അറ്റത്താണ് ഇവിടെ ഈ AC വെയിറ്റിംഗ് ഹാള് സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് പ്ലാറ്റ്ഫോമിൻ്റെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തായിട്ടായിരുന്നെങ്കിലോ അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് ആളുകൾ ഇറങ്ങി വരുന്ന ആ ഭാഗത്തായിരുന്നെങ്കിലോ കൂടുതൽ ആളുകൾക്ക് ആക്സസിബിൾ ആയിരുന്നേനെ. ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. വിശ്രമമുറി ശീതീകരിച്ചത്, എയർ കണ്ടീഷൻഡ് ഹാള്, വെയിറ്റിംഗ് ഹാള്. അതുപോലെ ഇതിനുള്ളിൽ നമുക്ക് ഫ്രീ വൈഫൈ ഉണ്ട്. ന്യൂസ് പേപ്പർ, മാഗസിൻ ഒക്കെ വായിക്കാനായിട്ട്, നേരം പോക്കിന് വായിക്കാനായിട്ട് അവ ഒരുക്കിയിട്ടുണ്ട്. മിനി ലോക്കറുണ്ട്, മിനി ലൈബ്രറി, TV, ജെൻസ് ആൻഡ് ലേഡീസ് വാഷ്റൂം, ട്രെയിൻ ഓൺ കോള്, ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം, ഡ്രിങ്കിങ് വാട്ടർ, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. AC വെയിറ്റിംഗ് ഹാളിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്നുള്ളത് ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം ഈ സൗകര്യങ്ങളൊക്കെ അവിടെ യാത്രക്കാർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന്. വരൂ. പൂർണ്ണമായി ശീതീകരിച്ച വെയിറ്റിംഗ് ഹാളിനുള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രണ്ട് ഡെസ്ക് ആണ്. വെയിറ്റിംഗ് ഹാളിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഫ്രണ്ട് ഡെസ്കിൽ യാത്രാ ടിക്കറ്റോ അതല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റോ കാണിച്ചു വേണം രജിസ്റ്റർ ചെയ്യാൻ. 1 മണിക്കൂർ ആ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു യാത്രക്കാരനിൽ നിന്നും കേവലം 30 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. ആ തുക ഇവിടെ അടച്ചാൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള ഇരിപ്പിടത്തിൽ വിശ്രമിക്കാം. അതിനായി സുഖപ്രദമായ 50ഓളം കുഷ്യൻ കസേരകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മുന്നിലെ നിരയിലുള്ള ഇരിപ്പിടത്തിൽ മാത്രമേ ടീപ്പോയ് ഉള്ളൂ. വെയിറ്റിംഗ് ഹാളിനുള്ളിൽ ഇടതുവശത്തായി ന്യൂസ് പേപ്പർ സ്റ്റാൻഡുണ്ട്. ഇവിടെ പ്രാദേശിക ഭാഷാ ദിനപത്രങ്ങളും ദേശീയ ദിനപത്രങ്ങളും മുതൽ മാഗസിനുകളും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നിരത്തിവെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്നും എടുത്തു വായിച്ചിട്ട് അതാത് സ്ഥാനത്ത് തിരിച്ചു വെക്കാം. അത് 2022 സ്റ്റാർട്ട് ചെയ്തതാണ്. ആളുകൾക്ക് നല്ല റെസ്പോൺസാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല സീസണിലൊക്കെ സ്വാമിമാർക്കൊക്കെ വളരെ യാത്ര ചെയ്ത് തളർന്നു വരുന്നവരായിരിക്കും, അവർക്ക് വളരെ പ്രയോജനപ്രദമാണ്. 50 സീറ്റുകൾ. എന്നോടൊരു മിനി ലൈബ്രറി, ഇംഗ്ലീഷ് മലയാളം ന്യൂസ് പേപ്പറുകളുണ്ട്, വീക്കിലികളുണ്ട്. പിന്നെ അതിനോട് ഫുഡ് ഐറ്റംസ്, പാക്ഡ് ഫുഡ്സ് ആയിരിക്കും. പിന്നെ മിനറൽ വാട്ടർ, കാപ്പി, ചായ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. പെർ അവർ 30 രൂപ. ടോയ്ലറ്റ് ജെൻസും ലേഡീസും സെപ്പറേറ്റ് 2 ബ്ലോക്കായിട്ടുണ്ട്. ജെൻസിനകത്ത് ഒരു 4 ബാത്റൂമും 3 ടോയ്ലറ്റും ഉണ്ട്. ലേഡീസിലും ഉണ്ട് അതുപോലെ തന്നെ. യൂറിനൽ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ബേബി ഫീഡിങ്, അങ്ങനെ ബേബി ഫീഡിങ് റൂമുണ്ട്. വെയിറ്റിംഗ് ഹാളിനുള്ളിൽ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ ചാർജ് ചെയ്യുന്നതിനായി ചാർജിംഗ് സ്പോട്ടുകളും ഒരുക്കിയിട്ടുണ്ട്. വെയിറ്റിംഗ് ഹാൾ ആകെ CCTV നിരീക്ഷണത്തിലാണ് എന്നത് ഇവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. വെയിറ്റിംഗ് ഹാളിൻ്റെ 2 വശങ്ങളിലായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി വൃത്തിയുള്ള പ്രത്യേകം വാഷ്റൂം സൗകര്യവുമുണ്ട്. AC വെയിറ്റിംഗ് ഹാൾ വന്നതുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം സ്ത്രീകൾക്കാണെന്ന് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായ സ്വാതി പറയുന്നു. ഇവിടെയുള്ളത് AC വെയിറ്റിംഗ് ഹാളിലെ സ്റ്റാഫ് ശ്രീമതി സ്വാതിയാണ്. സ്വാതിയോട് നമുക്ക് ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളെ കുറിച്ചറിയാം. സ്വാതി, ഇവിടെ ഈ വേനൽക്കാലമൊക്കെ കൂടിയതോടെ AC വെയിറ്റിംഗ് ഹാൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടോ? നല്ല വർധനമുണ്ട്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ആൾക്കാർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ഇതാണ്. പിന്നെ 1 അവറിന് 30 രൂപ വെച്ച് ചാർജ് വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ പുറത്തൊരു റൂം എടുക്കുന്നതിനേക്കാളും ഏറ്റവും ഫെസിലിറ്റി അവർക്ക് ഇവിടെ വന്ന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്ത്രീകൾക്കാണ് ഏറ്റവും ബെറ്റർ യൂസേജ്. കാരണം രാത്രി കാലങ്ങളിൽ നമുക്ക് പുറത്ത് പോയി ഒരു റൂം എടുക്കുക, വർക്കിംഗ് ലേഡീസിനൊക്കെ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ പുറത്തൊക്കെ ഒരു റൂം എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇത്. പിന്നെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂമുണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്. അവർക്ക് അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചാർജിങ് ബോർഡ്സും ഉണ്ട്, TV ഫെസിലിറ്റി ഉണ്ട്.
ഇതാണ് നമ്മൾ ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നത്. കൂൾ ഡ്രിങ്ക്സ് അതുപോലെ സ്നാക്സ് അത്യാവശ്യം ഈ സൗകര്യങ്ങളൊക്കെ 24 മണിക്കൂറും ഉണ്ട്. ഈ സൗകര്യവും 24 മണിക്കൂറുള്ള സൗകര്യങ്ങളാണ്. അപ്പോൾ സ്വാതിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ വേറെ ആൾ ഞങ്ങൾ 3 സ്റ്റാഫാണ്. 3 ഷിഫ്റ്റാണ് നമുക്ക്. ഇതൊക്കെയാണെങ്കിലും അവരവരുടെ ലഗേജ് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ബോർഡുകളും ഇവിടെയുണ്ട്. ടെലിവിഷൻ കാണുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. AC വെയിറ്റിംഗ് ഹാളിലെ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണെന്ന് ഈ സൗകര്യം ഉപയോഗിക്കാറുള്ള യാത്രക്കാർ പറയുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് ഹാളിൻ്റെ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മിക്ക യാത്രകളിലും പ്രയോജനപ്പെടുത്താറുള്ള മിസ്റ്റർ ഐവിൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ സൗകര്യമൊക്കെ നല്ലതാണ്. നമ്മളെ വെയിറ്റ് ചെയ്യാം. പുറത്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടാണ്. ഇതിനകത്തേക്ക് നമുക്ക് കംഫർട്ടാണ്. നമ്മുടെ ബാത്റൂം യൂസ് ചെയ്യാം. പുറത്തത്തെ ബാത്റൂമാണെങ്കിൽ എല്ലാം തല്ലി പൊളിഞ്ഞെല്ലാം കിടക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ വന്നപ്പോൾ നല്ല കംഫർട്ടായിട്ടിരിക്കാം, ക്ലീനാണ്. അതായത് ഇവിടെ കോഫി ഉണ്ടെങ്കിൽ ഇതിന് തന്നെ എല്ലാ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതനുസരിച്ച് യൂസ് ചെയ്യുക. എല്ലാവരും TV കാണാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. പേര് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് ഹാളിനെ എങ്ങനെ പറയുന്നു? ഇവിടുത്തെ സൗകര്യങ്ങൾ നല്ല സൗകര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുന്ന സൗകര്യങ്ങളും പ്ലാറ്റ്ഫോം വളരെ സപ്പോർട്ടീവാണ്. ട്രെയിൻ കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് മാത്രമല്ല, ട്രെയിനിൽ വന്നിറങ്ങുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാത്തിരിക്കുന്നവർക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കാണിച്ചും ഈ AC വെയിറ്റിംഗ് ഹാളിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്താം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ AC വെയിറ്റിംഗ് ഹാളിലെ സൗകര്യങ്ങൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ് കാണുമല്ലോ. ഇവിടെ വിശാലമായ AC മുറി, 50ഓളം പേർക്ക് ഒരേ സമയം വിശ്രമിക്കാം. ജെൻസിനും ലേഡീസിനും പ്രത്യേകം വാഷ്റൂം, അതുപോലെ ഒരു ചെറിയ കഫറ്റീരിയ, ഇവിടെ കൂൾ ഡ്രിങ്ക്സ് കിട്ടും, ബിവറേജസ് കിട്ടും, ഹോട്ട് ബിവറേജസ് കിട്ടും, സ്നാക്സ്, മറ്റ് സൗകര്യങ്ങൾ, അതുപോലെ ന്യൂസ് പേപ്പർ, മാഗസിന്, ഫ്രീ വൈഫൈ ഉണ്ട്, ചാർജിങ് സ്പോട്ടുകളുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു യാത്രക്കാരൻ കുറച്ച് സമയം വിശ്രമിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേവലം 1 മണിക്കൂറിന് 30 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. 2022 ആരംഭിച്ചതാണ് ഈ AC വെയിറ്റിംഗ് ഹാൾ. എന്നാൽ ഇന്നും പലർക്കും ഈ ഒരു സൗകര്യം ഇവിടെ ഉണ്ട് എന്നതിനെപ്പറ്റി അറിയില്ല എന്നതാണ് സത്യം. എല്ലാവർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.